ഇത്രയും ദിവസം ഇതിനകത്ത് കിടന്നിട്ട് നീ മര്യാദ പഠിച്ചില്ലല്ലേ? സാർ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഞാനൊരു ഉപദ്രവവും നിങ്ങളോട് ആരോടും ചെയ്തിട്ടില്ലല്ലോ. നീ എന്നെ സഹായിക്കുന്നില്ലല്ലോ, അതല്ലേ കുഴപ്പം. സാർ എന്നോട് ചോദിക്കുന്നതിനൊന്നും ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. കാരണം അതൊന്നും എനിക്കറിയാവുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഈ വീട്ടിലിപ്പോ സാറിനെതിരെ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. എനിക്കെതിരെ ഗൂഢാലോചന? അതുകൊള്ളാലോ. ആരാ അത്? സാറിനെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ സാറിനെതിരെ നീക്കങ്ങൾ നടത്തുന്നത് ഗ്ലോറി ചേച്ചിയാണ്. ആന്റിയോ? അതെ, ഗ്ലോറി ചേച്ചി സാറ് വിചാരിക്കുന്ന പോലെ പാവൊന്നുമല്ല. ഇവിടുത്തെ സ്വത്തുക്കളില ഗ്ലോറി ചേച്ചിയുടെ നോട്ടം. ഇവിടെ വന്ന് താമസിച്ചതും അതിനുവേണ്ടിയായിരുന്നു. ഇപ്പൊ ജാനറ്റ് കൊണ്ടുവരിക്കുന്ന പണം സാറിന്റെ കയ്യിൽ കിട്ടാതിരിക്കാനാ ഗ്ലോറി ചേച്ചി പ്ലാൻ ചെയ്യുന്നത്. ആ പണം എങ്ങനെ അവർക്ക് കിട്ടണം? ഞാനീ പറഞ്ഞതൊക്കെ സത്യമാണ്. ഗ്ലോറി ചേച്ചിയെ സാറ് വിശ്വസിക്കരുത്. നീ ഈ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ നിന്റെ ഈ വാക്കുകളൊന്നും വിശ്വസിക്കുന്നവനല്ല ഞാൻ. സാർ, ഞാൻ പറഞ്ഞത് സത്യമാ. ഗ്ലോറി ആന്റിയെയും എന്നെയും തമ്മിൽ തെറ്റിച്ചാൽ നിനക്ക് രക്ഷപ്പെടാൻ നീ കരുതുന്നു. അതിനുവേണ്ടി നീ കണ്ടെത്തിയ മാർഗമല്ലേ ഇത്? അല്ല സാർ, ഇവിടെ പലരും വന്നീ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഏതു വിധത്തിൽ സ്വന്തമാക്കാന്ന് സംസാരിക്കുകയും പല കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതാരാ ഇവിടെ വരുന്ന പലരും? ആരാണെന്നൊന്നും കൃത്യമായി പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. നീ ഇത് കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കാനേ. പക്ഷെ ഇപ്പോ ഇവിടെ വീട്ടുതടങ്ങളിൽ കഴിയുമ്പോ എന്തോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇനിയല്ല സാറിന്റെ ഇഷ്ടം. ഞാൻ ഇറങ്ങുക. ജാനറ്റിനെ കുറിച്ചൊന്നും അറിഞ്ഞില്ലല്ലോ. അന്വേഷിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആ, ഇനി ഇങ്ങോട്ട് വരേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം. വെറുതെ നമ്മളായിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കണ്ട. ശരി. നീ റോണിയോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നീ എന്താ വിചാരിച്ചത്? നീ എന്ത് പറഞ്ഞാലും അവനതൊന്ന് വിശ്വസിക്കുമെന്നോ? ഇത്രയും നാളും എനിക്ക് നിന്നോട് ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ നിന്നെ കാണുന്നത് എന്റെ ശത്രുവായിട്ടാ. നീ പറഞ്ഞിട്ടവൻ വിശ്വസിച്ചോ? അതായത് ഈ ഗ്ലോറിയുടെ കഴിവ്. ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് 100 പ്രാവശ്യം ആലോചിച്ചും പ്ലാൻ ചെയ്തുമായിരിക്കും ചെയ്യുന്നത്. എന്റെ തീരുമാനങ്ങളൊന്നും പാഴാവുകയില്ല. മനസ്സിലായോടി? ഇനി നീ ഇത്തരം വേഷം കെട്ടൽ എന്തെങ്കിലും കാണിച്ചാൽ നിന്റെ 2 കണ്ണും കുത്തി ഞാനങ്ങ് പൊട്ടിക്കും. പിന്നെ നീ ഒന്നും കാണില്ലല്ലോ. അസത്തെ.